ഹലോ, നമുക്കിന്ന് ബീറ്റ്റൂട്ട് കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ 2 ബീറ്റ്റൂട്ടാണ് എടുത്തത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. എന്നിട്ട് ഈ അരിഞ്ഞ് വെച്ച ബീറ്റ്റൂട്ടിനെ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചതാണ് കേട്ടോ. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടിട്ട് നല്ലോണം വേവിക്കാം. ഒരു 5-6 മിനിറ്റ് ഞാനിവിടെ വേവിച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. അതിനകത്ത് ഒരു 6-7 പച്ചമുളക് ചെറുതായതുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തു. ലേശം വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ അരയ്ക്കുന്നതിൽ തന്നെ ഉപ്പ് ചേർക്കാം. അതല്ലെങ്കിൽ നമ്മൾ വേവിക്കണതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് നനച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. എന്താ സ്ഥിതിയെന്ന് അറിയണ്ടേ, ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയോ ഒക്കെ നോക്കണം. വെന്തോന്നൊക്കെ നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ എൻ്റെ അത്ര വെന്തിട്ടില്ലായിരുന്നു. ഞാൻ അപ്പം ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി വേവിച്ചു. വെന്ത് കഴിഞ്ഞിട്ട് ഈ അരച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ചിട്ടു. എന്നിട്ടത് മിക്സ് ചെയ്തു. നല്ലോണം അതൊന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം അതിലുള്ള വെള്ളവും ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടാവണമല്ലോ, അതിലേക്ക് നല്ല തൈര് ഒഴിക്കുക കേട്ടോ. അധികം പുളിയും വേണ്ട, എന്നാൽ തീരെ കുറഞ്ഞും പോകേണ്ട, ഒരു പാകത്തിനുള്ളത്. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് വറവിട്ടാൽ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായി കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും.